നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുന്നതിന് മുൻപായിട്ട് ഞാനൊരു തീരുമാനം എടുത്തു, ഞാനൊരു കാര്യം ചെയ്യാനായിട്ട് പോകുകയാണെന്ന് പറയുവാനുള്ള വാക്യത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അതറിയണോ? അതറിയണമെങ്കിൽ ഇപ്പോൾ നമുക്കറിയാനായിട്ട് പറ്റും. അങ്ങനെ ആ സ്ട്രക്ചറിൽ, ആ രീതിയിൽ പല വാക്യങ്ങൾ, ഒരുപാട് വാക്യങ്ങൾ നമുക്ക് ഹിന്ദിയിൽ പറയുവാനായിട്ട്, സംസാരിക്കുവാനായിട്ട് കഴിയും. എന്നാൽ നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴാണ് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ക്രിയ ഉപയോഗിച്ച് സംസാരിക്കുന്നത്? ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം പറയുന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഹിന്ദിയിൽ ജാ രഹാ ഹും എന്നാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കാത്ത അവസരങ്ങളിലും ഈ വാക്ക് ചേർത്ത്, ഈ ക്രിയാവാക്ക് ചേർത്ത് പല വിധത്തിൽ നമുക്ക് സംസാരിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ മറ്റൊരു ക്രിയ കൂടെ വരും. ഉദാഹരണത്തിനായിട്ട് കാണാൻ പോവുകയാണ്. ദേഖിനെ കേ ലിയേ ജാ രഹാ ഹും. അപ്പോൾ ദേഖിനെ ആദ്യം വന്നു, ദേഖിനെ കേ ലിയേ ആദ്യം വന്നു. അതിനോട് തുടർന്ന്, അതിനോട് കൂടെ ജാ രഹാ ഹും പറയുന്നു. അപ്പോൾ കാണാൻ വേണ്ടി പോകുന്നു. അത് ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ കാണണമെന്നുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ പറയുന്ന രീതിയിൽ ഒരു വഴിയിൽ, ഒരു യാത്രയിലല്ല ആകണമെന്ന് നിർബന്ധമില്ല. ഒരു തീരുമാനിച്ചിരിക്കുന്നു എങ്കിലും അത് ചേർത്ത് പറയാം. ഹിന്ദിയിൽ ജാ രഹാ ചേർത്ത് നമുക്ക് പല വിധത്തിൽ സംസാരിക്കുവാനായിട്ട് കഴിയും. മേ ജാ രഹാ ഹും എന്ന് പറയുമ്പോൾ ഞാൻ പോവുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇതേ ജാ രഹാ മറ്റു പല വിധത്തിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഒരു കാര്യം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ, ചെയ്യുവാൻ തുടങ്ങുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് ജാ രഹാ ചേർത്ത് പറയുവാനായിട്ട് കഴിയും. ഞാൻ വിളിക്കാൻ പോവുകയാണ്. മേ ബുലാനെ ജാ രഹാ ഹും. ഞാൻ കാണാൻ പോവുകയാണ്. മേ ദേഖിനെ ജാ രഹാ ഹും. ഞാൻ ചോദിക്കാൻ പോവുകയാണ്. മേ പൂച്ചിനെ ജാ രഹാ ഹും. ഇവിടെല്ലാം ഒരു ക്രിയ, ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ജാ രഹാ ചേർത്ത് പറയുന്നു. ഇങ്ങനെ പല ക്രിയകൾ ഉപയോഗിച്ച് ഏത് കാര്യമാണ് ചെയ്യാൻ പോകുന്നത് അതിനുള്ളതായ ഹിന്ദിയിലെ വാക്കുപയോഗിച്ച്, ക്രിയാവാക്കുപയോഗിച്ച് പല വിധത്തിൽ പല കാര്യങ്ങൾ പറയുവാൻ കഴിയും. ഞാൻ വിളിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് വിളിക്കാൻ പോകുന്നു എന്നായിത്തീരുന്നത് പോലെ ബുലാനെ കേ ലിയേ ജാ രഹാ ഹും എന്നുള്ളത് ബുലാനെ ജാ രഹാ ഹും എന്ന് ചുരുക്കി പറയുന്നു. അപ്പോൾ ക്രിയയുടെ കൂടെ, ക്രിയയുടെ ഒടുവിൽ നേ എന്ന ഉച്ചാരണത്തോടു കൂടിയാണ് പറയുന്നത്. കാണാൻ പോകുമ്പോൾ ദേഖിനെ എന്നുള്ളത് ചിലപ്പോൾ ദേഖിനെ കോ എന്നും പറയാറുണ്ട്. ദേഖിനെ ജാ രഹാ ഹും, ദേഖിനെ കോ ജാ രഹാ ഹും, ദേഖിനെ കേ ലിയേ ജാ രഹാ ഹും. അപ്പോൾ ദേഖിനെ ജാ രഹാ ഹും എന്ന കൂടുതലായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. കാണിക്കാൻ പോകുന്നു, ദിഖാനെ കേ ലിയേ ജാ രഹാ ഹും. കേൾക്കാൻ പോകുന്നു, സുന്നേ കേ ലിയേ ജാ രഹാ ഹും, സുന്നേ ജാ രഹാ ഹും. പറയാൻ പോകുന്നു, ബോൽനെ ജാ രഹാ ഹും. കൊടുക്കാൻ പോകുന്നു, ദേനെ ജാ രഹാ ഹും.
വാങ്ങിക്കുവാൻ എടുക്കാൻ പോകുന്നു ലേനെ ജാ രഹാ ഹൂം. ഇങ്ങനെ പറയാം.